ഭദ്ര വാടി ഉള്ളവാ. காலையிலே இருந்து காக்க குறுகுது. சொந்தக்காரி யாரோ வருது. யாரா இருக்கும்னு நான் நினைச்சிட்டே இருந்தா. என்ன அதிசயம். கனவா நனவா. உட்காரு. ஏன் சத்தம் போடுறது? എന്നോട് ഫ്രണ്ട് വന്നത് പാക്കലയാ? കുട്ടികൾക്ക് കൊടുക്കാൻ ഞാനൊന്നും വാങ്ങിയില്ല. കുട്ടികളാ? ഒരാളുതാൻ മോഹിനി. കടവ് കൊണ്ടുപോയിട്ടാര്. എനിക്കിപ്പോ അമ്മ മാത്രമേ ബന്ധുവായിട്ടുള്ളൂ. ഞാനും എൻ്റെ ആളും ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ച ദിവസം അദ്ദേഹം എന്നെ വിട്ടുപോയി. 40 കഴിഞ്ഞു. ചാരം നമ്മുടെ പാപനാശിനിയിലും ഒഴുക്കണമെന്ന് മനസ്സ് പറഞ്ഞു. ഇങ്ങോട്ട് പോന്നു. யாரு தெரியறது? சாஸ்திரிகளா? അവരിരുന്നു പോச்சு. അവർക്ക് തൊണ്ടയിലെ ക്യാൻസർ വന്ന് ரொம்ப കഷ്ടപ്പെട്ടാரு. 2 வருஷமா ஹாஸ்பிட்டலும் வீட்டுக்குமாயிருந்து அலைஞ்சோம். சாகறதுக்கு முன்னாடி பத்ராவை பார்க்கணும்னு அவர் ரொம்ப ஆசைப்பட்டாரு. டெத்துக்கு 2 நாள் முன்னாடி கூடி அவரு கேட்டாரு, பத்ர வருமான்னு. வரும்னு நான் சொன்னேன். கிடைச்ச அட்ரஸ்ல நானே எழுதி ஒரு லெட்டர் போட்டிருந்து. ഇല്ല, എനിക്ക് കിട്ടിയില്ല. கிடைச்சிருந்தா கண்டிப்பா நீ வந்திருப்ப. நீங்க 2 பேரும் காதலிச்சிங்கன்னு எனக்கு தெரியும். இந்த பாபி நடுவில் வந்ததுனால ராமா அங்க முடிச்சுட்டு நிக்கிறேன். நிவேத்தியம் எல்லாம் ரெடி பண்ணிட்டியா? நேரம் போன தெரியாதா? வர வர இவனுக்கும் பைத்தியம் பிடிச்சு போட்டு. ഞാൻ ശാസ്ത്രികളുടെ വീട്ടിൽ പോയിരുന്നു. ജ്ഞാനത്തെ കണ്ടു. എന്നെ ഒഴിവാക്കാൻ ഞാനും ചില നുണകളൊക്കെ പറഞ്ഞു. സാരില്ല, എന്നോട് പൊറുക്കാൻ പറയണം. ബന്ധങ്ങളൊന്നും ഇല്ലാതാകുമ്പോൾ സ്വന്തം നാട്ടിലേക്കൊരു മടക്കയാത്ര ഏതൊരാളും കൊതിക്കില്ലേ? ഈ നാട്ടിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും എനിക്ക് പോകാനില്ല. ജ്ഞാനവും ശാസ്ത്രികളും ഞാനും നമ്മുടെ പഴയ ഇടങ്ങളിൽ പണ്ടത്തെ പോലെ ഓർക്കാൻ സുഖമുള്ളത് മാത്രം ഒന്ന് ആവർത്തിക്കാൻ, അത് മോഹിച്ചാ വന്നത്. ഞാനും ഭദ്രയെ തിരിച്ചറിഞ്ഞല്ലോ. അത് തന്നെ മഹാഭാഗ്യം. 7ാമത്തെ ഷോക്ക് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് 3 ദിവസമേ ആയുള്ളൂ. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അവൾ എന്താ പറഞ്ഞെന്നറിയോ? അവൾക്ക് എന്നോട് വെറുപ്പാണ്. ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതൊക്കെ ഒരു തമാശ പോലെ അവൾ കേട്ടിരുന്നു. പക്ഷെ
പക്ഷേ പിന്നെ എന്നോട് മിണ്ടാട്ടില്ലാണ്ടായി. കാണുന്ന വെറുപ്പായി. കൈ കിട്ടിയതൊക്കെ വലിച്ചെറിയും. 2 വയസ്സുള്ള ഞങ്ങളുടെ മകള് മരിച്ചത് തലയ്ക്ക് ക്ഷതമേറ്റാണെന്നാണ് ഡോക്ടർ റിപ്പോർട്ട്. അതെപ്പോ ഇങ്ങനെ അവൾക്ക് ഇനിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും പാവാണ്. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടു എന്നറിഞ്ഞ എനിക്ക് അവളെ ഇനി തിരിച്ചു കിട്ടില്ല. മറ്റൊന്നും മോഹിച്ചു വന്നല്ല, ഒന്നും സ്വന്താക്കുകയില്ല. എനിക്ക് വേണ്ടി നീലാംബരി ഒന്ന് പാടാമോ? അത് മാത്രം. തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ട്രീറ്റ്മെന്റിലാണ് ഞാൻ. ഇനി എനിക്ക് പാടാൻ കഴിയില്ല.